അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് പ്രത്യേക മാർഗരേഖ പുറത്തിറക്കി ആരോഗ്യവകുപ്പ്. പ്രതിരോധം, രോഗനിർണയം, ചികിത്സ എന്നിവ സംബന്ധിച്ച സാങ്കേതിക മാർഗരേഖയാണ് പുറത്തിറക്കിയത്. തുടർ പഠനത്തിനും ഗവേഷണത്തിനുമായി ICMR സഹകരണത്തോടെ ഒരു സമിതിയെ നിയോഗിക്കും. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ലിനറ്റ് വർഗീസാണ് ചേരുന്നത്. ലിനറ്റ്, ഈ ഒരു മാർഗരേഖയിൽ എന്തെല്ലാമാണ് പറയുന്നത്? അതുപോലെ തന്നെ ഈ സമിതിയെ രൂപീകരിക്കുന്നത്, സമിതിയുടെ പ്രവർത്തനം ഏതു രീതിയിലായിരിക്കും? സ്വാതി, ഇത്തരത്തിലുള്ള മാർഗരേഖയെക്കുറിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി അതായത് വീണ ജോർജ് ആണ് ഇത്തരത്തിലുള്ള ഒരു വിവരം മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മാർഗരേഖ പുറത്തു വന്നിരിക്കുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം കൂടുതലായി ഈ സംസ്ഥാനത്ത് കണ്ടതിന് ശേഷമാണ് നിലവിലുള്ള രേഖകളുടെയും പഠനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള രോഗത്തെക്കുറിച്ചുള്ള മാർഗരേഖ പുറത്തു വന്നിരിക്കുന്നത്. അതായത് രോഗം വരാനുള്ള സാധ്യതകൾ, അതേപോലെ രോഗലക്ഷണങ്ങൾ, അതേപോലെ പ്രതിരോധങ്ങൾ എന്തൊക്കെയാണ്, ചികിത്സ തുടങ്ങിയവയൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യം, തുടർ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ഒക്കെ ആയിട്ട് ഒരു സമിതിയെ രൂപീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തുടർ വിവരങ്ങളൊക്കെ തന്നെ പിന്നീട് നൽകുമെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇതിനകത്ത് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട കാര്യം, നിലവിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭ്യമല്ല. അധിക പഠനങ്ങളോ ഗവേഷണങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഇത്തരത്തിലുള്ള മാർഗരേഖ പുറത്തു വിട്ടിരിക്കുന്നത്. ഇതിനകത്ത് കൂടുതലായിട്ട് എടുത്തു പറയുന്നത് രോഗം എങ്ങനെയൊക്കെ വരുന്നുണ്ട്, എങ്ങനെയൊക്കെ നമ്മളതിനെ ചേർത്ത് നിൽക്കാം എന്നൊക്കെ തന്നെ അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങൾ സർക്കാർ ആശുപത്രികളും അതേപോലെ സ്വകാര്യ ആശുപത്രികളും അടുത്ത ദിവസം മുതൽ പ്രാവീണ്യത്തിൽ വരുത്തണം എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പും അതേപോലെ മന്ത്രി വീണ ജോർജും അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള മാർഗരേഖ പുറത്തു വന്നതിന് ശേഷം അമീബിക് മസ്തിഷ്ക ജ്വരം കൂടുതലായിട്ട് സംസ്ഥാനത്ത് കണ്ടുവരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് പുതിയ സ്ഥലങ്ങളിൽ, അതായത് പുഴയിലും അതേപോലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ കുളിക്കുന്നവർ ശ്രദ്ധിക്കണമെന്നും ജാഗ്രത വേണമെന്നും തന്നെയാണ് ആരോഗ്യവകുപ്പ് ഇതിലൂടെ നിർദ്ദേശിച്ചിരിക്കുന്നത്. സ്വാതി. ശരി ലിനറ്റ്, അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് പ്രത്യേക മാർഗരേഖയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. പ്രതിരോധം, രോഗനിർണയം, ചികിത്സ എന്നിവ സംബന്ധിച്ച സാങ്കേതിക മാർഗരേഖയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിനായി പ്രത്യേകം സമിതിയെയും നിയോഗിക്കും. ആ വിവരങ്ങളാണ് ലിനറ്റ് നൽകിയത്.